Hello everyone, welcome to Triple Technical class. നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് ആണ്. ഇപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ Kseb അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ സബ് എഞ്ചിനീയറിൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് എടുക്കാൻ പോകുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന സിലബസാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മെഷർമെൻറ്റ് സിസ്റ്റം? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്താലും അതിൽ ഒരു ന്യൂമാരിക്കൽ വാല്യൂ കാണും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു യൂണിറ്റും കാണും. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്താലും അതിലൊരു ന്യൂമാരിക്കൽ വാല്യൂ കാണും, പ്ലസ് അതിൻ്റെ യൂണിറ്റും കാണും. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുക. വോൾട്ടേജിൻ്റെ യൂണിറ്റും റീഡിങ്ങും എങ്ങനെ കിട്ടുന്നത്? 10 വോൾട്ട്, 20 വോൾട്ട്, 100 വോൾട്ട്. അതുപോലെ തന്നെ കറണ്ടിൻ്റെ എക്സാമ്പിൾ നോക്കാം. കറണ്ട് എടുക്കുകയാണെങ്കിൽ കറണ്ട് 10 ആംപിയർ, 20 ആംപിയർ, 30 മില്ലി ആംപിയർ. ഇപ്പം വെയിറ്റ് മെഷർ ചെയ്യുകയെന്ന് വെച്ചോ, വെയിറ്റ് മെഷർ ചെയ്യുമ്പോൾ എങ്ങനെ? 10 kg, 20 kg. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ ഏതൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്താലും എല്ലാത്തിലും ഒരു ന്യൂമെറിക്കൽ വാല്യൂ കാണും, അതുപോലെ തന്നെ അതിൻ്റേതൊരു യൂണിറ്റും കാണും. മുകളിൽ കണ്ട എക്സാമ്പിളിൽ നിന്നും നമുക്കൊരു ക്വാണ്ടിറ്റി എടുക്കാം. ഇപ്പോൾ 10 ആംപിയർ. അപ്പോൾ ഇതെന്തോ അതിൻ്റെ ന്യൂമെറിക്കൽ വാല്യൂ, അതുപോലെ തന്നെ ഇത് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെൻ്റ് എടുത്താലും, നമ്മളിപ്പം ഒരു വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, അതുപോലെ തന്നെ ഇപ്പം എനർജി മീറ്റർ, ഏതൊരു ഇൻസ്ട്രുമെൻ്റ് എടുത്താലും എല്ലാത്തിൻ്റെ ഔട്ട്പുട്ടിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഏത് വാല്യൂയിലാണ്? ഒരു ന്യൂമാരിക്കൽ വാല്യൂയിലാണ് കിട്ടുന്നത്, ഒരു ന്യൂമാരിക്കൽ വാല്യൂ. അപ്പോൾ നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്താലും അതിൻ്റെ ഔട്ട്പുട്ട് അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ന്യൂമാരിക്കൽ വാല്യൂയിലായിരിക്കും. ഇപ്പം ടെമ്പറേച്ചർ മെഷർ ചെയ്താലും അതിലും 30 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ ഇപ്പം വോൾട്ട് മീറ്ററിലായാലും അമ്മീറ്ററിലായാലും എനർജി മീറ്റർ, എല്ലാത്തിൻ്റെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ന്യൂമാരിക്കൽ വാല്യൂ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു യൂണിറ്റും കാണും. നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു മെഷറിംഗ് സിസ്റ്റമിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ആ ഇൻസ്ട്രുമെൻറ്റ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്ത് ആ മെഷേർഡ് ചെയ്ത വാല്യൂവിനെ, ഏത് ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ മെഷേർഡ് വാല്യൂവിനെ നമുക്ക് ഏത് വാല്യൂയിലോട്ട് റെപ്രസെൻ്റ് ചെയ്ത് തരും? ഒരു ന്യൂമാരിക്കൽ വാല്യൂയിലോട്ട്. ഓക്കെ, അതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഒരു മെഷേർഡ് വാല്യൂവിനെ, അതിൻ്റെ ഔട്ട്പുട്ട്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു ന്യൂമാരിക്കൽ വാല്യൂയിൽ പ്രസൻറ്റ് ചെയ്യുക, അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ മെഷറിംഗ് സിസ്റ്റമിൻ്റെ പർപ്പസ് എല്ലാവർക്കും മനസ്സിലായി കാണും. ജസ്റ്റ് ഇത്രയും മാത്രം ഓർത്താൽ മതി. ഇത് ബേസിക്സ് ആകട്ടോ, ജസ്റ്റ് ബേസിക്സ് നമ്മൾ പറയുന്നേ ഉള്ളൂ. നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്താലും അത് ആ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഒരു ന്യൂമാരിക്കൽ വാല്യൂയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത നോക്കാം. Three basic quantities of measurements are current, voltage and power. Current, voltage and power. ഈ 3 ടേംസിനെ നമ്മൾ ബേസിക് ക്വാണ്ടിറ്റി എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് എന്നറിയുമോ? മറ്റൊന്നും കൊണ്ടല്ല. നമുക്കിപ്പോൾ ഒരു സർക്യൂട്ടിൽ സപ്പോസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്കിപ്പം V അറിയാം, അതുപോലെ തന്നെ I അറിയാം. അപ്പം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ? V/I. അതുപോലെ നമുക്കിപ്പം പവർ കണ്ടുപിടിക്കണം. പവർ എങ്ങനെ കണ്ടുപിടിക്കാം? P = V × I. ഈ ബേസിക് ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമുക്ക് വേറെ ടേംസ് അല്ലെങ്കിൽ അതർ ക്വാണ്ടിറ്റീസിനെ ഡെറൈവ് ചെയ്യാൻ പറ്റും. ഇവിടെ റെസിസ്റ്റൻസിനെ ഡെറൈവ് ചെയ്തെടുത്ത്, ഇവിടെ പവറിനെ ഡെറൈവ് ചെയ്തെടുത്ത്. അതുകൊണ്ടാണ് ഇതിനെ ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സർക്യൂട്ടിൻ്റെ VI വരയ്ക്കാൻ പറ്റും.
ഇപ്പം വി ഐ ക്യാര വരയ്ക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു വി ഐ ക്യാരയാണെന്ന് വെച്ചോ, അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, നെസസറി റിക്വയർമെൻറ്റ്സ് ഫോർ മെഷർമെൻറ്റ്. സർക്യൂട്ട് കണ്ടീഷൻ ഷുഡ് നോട്ട് ഓൾട്ടർ, പവർ കൺസപ്ഷൻ ഷുഡ് ബി മിനിമം. ആദ്യം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ എടുക്കും, ഒരു സർക്യൂട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു അമ്മീറ്റർ എടുക്കും. അമ്മീറ്റർ സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യും? സീരീസ് ആയിട്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഒരു വോൾട്ട് മീറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു അമ്മീറ്ററും ഒരു വോൾട്ട് മീറ്ററും. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ആ ഒരു സർക്യൂട്ടിൻ്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ സർക്യൂട്ട് കണ്ടീഷൻസിനെ വേരി ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് വർക്കാകാൻ വേണ്ടിയിട്ട് അതിനൊരു പവർ വേണം. അപ്പോൾ ആ ഒരു പവർ കൺസപ്ഷൻ എപ്പോഴും മിനിമം ആയിരിക്കണം. അതാ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ചെറിയ ചെറിയ ടേംസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത നമുക്ക് നോക്കാം, ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 types. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്. പ്രൈമറി അല്ലെങ്കിൽ ഇതിനെ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് എന്നും പറയാറുണ്ട്, ഓർ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. രണ്ടാമത്തെ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ്. പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ് എന്താണ്? പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മൾ പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് ഏതൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്താലും അതിൻ്റെ ഡയറക്റ്റ് വാല്യൂ ഒരിക്കലും തരത്തില്ല. ഇപ്പോൾ നമ്മളൊരു വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ അമ്മീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഡയറക്റ്റ് ഇപ്പം വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ ഇപ്പം 10 വോൾട്ട് 20 വോൾട്ട് അങ്ങനെ സർക്യൂട്ടിൻ്റെ ഡയറക്റ്റ് അങ്ങ് കിട്ടുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു അമ്മീറ്റർ വെച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് അതിൽ നിന്ന് കറണ്ടിൻ്റെ റീഡിങ് നമുക്ക് നേരിട്ടങ്ങ് കിട്ടുക. പക്ഷേ പ്രൈമറി ഇൻസ്ട്രുമെൻ്റ് കേസ് ഡിഫറെൻറ്റാണ്. അപ്പോൾ ഡയറക്റ്റ് വാല്യൂ നമുക്കങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ നമ്മളൊരു പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് ഒരു ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്താൽ അതിൻ്റെ ഇൻഡിക്കേഷൻ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോൺസ്റ്റൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇൻഡിക്കേഷൻസ് കിട്ടുന്നത്. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോൺസ്റ്റൻറ്റ്സ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പം ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആകാം, അത് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ആകാം. അപ്പോൾ സപ്പോസ് നമുക്ക് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. ആ ഡിഫ്ലക്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ഇൻസ്ട്രുമെൻറ്റ് കോൺസ്റ്റൻറ്റ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോൺസ്റ്റൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കൊരു കറണ്ട് മെഷർ ചെയ്യുകയെന്ന് വെച്ചോ, അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഒരു കറണ്ടിൻ്റെ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. അതുകൂടാതെ തന്നെ നമുക്കതിൻ്റെ അതൊരു ഡയറക്റ്റ് വാല്യൂ അല്ല. അപ്പോൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോൺസ്റ്റൻറ്റ് ഇപ്പം സപ്പോസ് നമ്പർ ഓഫ് ടേൺസ് ആകാം അല്ലെങ്കിൽ ഡയമെൻഷൻസ് ആകാം, എന്തെങ്കിലും ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ആക്ച്വൽ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പം കുറച്ച് മനസ്സിലായി കാണുമായിരിക്കും. പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ് നോർമലി കാലിബ്രേറ്റ് ചെയ്യാറില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടാൻജൻറ്റ് ഗാൽവാനോമീറ്റർ. ടാൻജൻറ്റ് ഗാൽവാനോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇത് എല്ലാം PSC എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഒരു 4 ഓപ്ഷൻ ഇങ്ങനെ തരും, അതിൽ പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്ന് ചോദിക്കും. പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിനെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിനെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാലിബ്രേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് കൂടുതലും ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത്, പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ലാബിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കാം. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്? സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ് ജനറലി എല്ലായിടത്തും നമ്മൾ കൂടുതലും സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നതൊക്കെ മിക്ക ഇൻസ്ട്രുമെൻറ്റ്സും സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സാണ്. അപ്പോൾ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിനെ കാലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിനെ കാലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം പ്രൈമറി ഇൻസ്ട്രുമെൻറ്റിൻ്റെ പർപ്പസ് മനസ്സിലായാലെന്ന് വെച്ചാൽ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രീവിയസ് കേസിൽ നമ്മൾ കണ്ട് ഏതൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിൽ ഇപ്പം പ്രൈമറി ഇൻസ്ട്രുമെൻറ്റിൽ ഏതൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്താലും നമുക്ക് ഡയറക്റ്റ് വാല്യൂ കിട്ടത്തില്ല.
പക്ഷേ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്താലും നമുക്ക് ഡയറക്റ്റ് വാല്യൂ അങ്ങ് കിട്ടും. എന്നുവെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു വോൾട്ട് മീറ്റർ എടുത്ത് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റീഡിങ് കിട്ടും. ഇപ്പം 10 വോൾട്ട് അല്ലെങ്കിൽ 15 വോൾട്ട് അല്ലെങ്കിൽ 20 വോൾട്ട്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് വാല്യൂ അങ്ങ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡെഫിനീഷൻസ്: പ്രൈമറി ഓർ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇറ്റ് ഷോസ് റീഡിങ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ കോൺസ്റ്റൻറ്റ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓൾറെഡി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നോ പ്രീവിയസ് കാലിബ്രേഷൻ ഈസ് റിക്വയർഡ്. യൂസ്ഡ് ഫോർ കാലിബ്രേഷൻ ഓഫ് അതർ ഇൻസ്ട്രുമെൻറ്റ്സ്. അതർ ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ ഏത് ഇൻസ്ട്രുമെൻറ്റാണ്? സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കൂടുതൽ ഡീപ്പായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ടാൻജൻറ്റ് ഗാൽവാനോമീറ്റർ അതിൻ്റെ എക്സാമ്പിൾ ഇതും പറഞ്ഞത്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്, ഇറ്റ് ഷോസ് ഡിഫ്ലക്ഷൻ ഡയറക്ട്ലി ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. ദേ ആർ കാലിബ്രേറ്റഡ് യൂസിങ് സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ഏതാ? നമ്മുടെ പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ്. പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ. അപ്പോൾ ഇവിടെ വരെ എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. ഇനി അടുത്തത് നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഇതിൻ്റെ ആദ്യത്തെയാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഒരു കാലിബ്രേറ്റഡ് സ്കെയിൽ കാണും. സ്കെയിൽ കാണും, അതുപോലെ തന്നെ ഒരു പോയിൻ്റർ കാണും. ഒരു പോയിൻ്റർ കാണും, അത് ഈ ഒരു കാലിബ്രേറ്റഡ് സ്കെയിലിൽ ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, സോ നമ്മളൊരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ അതിൻ്റെ റീഡിങ് കാണിക്കും, ഇൻഡിക്കേറ്റ് ചെയ്യും. സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ഒരു ലോഡ് കൊടുത്ത് ഇവിടെ ഒരു സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം പ്ലസ് മൈനസ് ഇപ്പം 10 വോൾട്ട് കൊടുത്തെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് ഒരു 5 ആമ്പിയർ കറണ്ട് ഫ്ലോ ആകുമെന്ന് വെച്ചു. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു സപ്പോസ് ഒരു സ്വിച്ചും വെച്ചിട്ടുണ്ടെന്ന് വെച്ചു. ഈ ഒരു സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ ഇത് ലോഡ് കറണ്ട് എടുക്കും. ലോഡ് കറണ്ട് എടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഇതിൽ കൂടെ ഒരു 5 ആമ്പിയർ ഇത് ഉടനെ തന്നെ ഷോ ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഒരു സ്വിച്ച് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഈ അമ്മീറ്റർ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ 0 ആമ്പിയർ ആയിരിക്കും ഷോ ചെയ്യുന്നത്. ഇതിൽ സ്റ്റോറേജ് ഇല്ല. ഓക്കെ, സ്റ്റോറിങ് കപ്പാസിറ്റി ഇല്ല. നോ സ്റ്റോറിങ് കപ്പാസിറ്റി. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഇത്രയേ ഉള്ളൂ. ലാബിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, ഇങ്ങനെ ഒരു കാലിബ്രേറ്റഡ് സ്കെയിൽ കാണും. അതിൻ്റെ പുറത്തൊരു പോയിൻ്റർ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ അങ്ങ് കാണിക്കും. അത്രയേ ഉള്ളൂ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഓൺലി ഇൻഡിക്കേഷൻസ്, ജസ്റ്റ് ഇൻഡിക്കേഷൻ മാത്രം കാണിക്കും അതിൻ്റെ. പിന്നെ മേക്ക് യൂസ് ഓഫ് പോയിൻ്റർ മൂവിങ് ഓവർ കാലിബ്രേറ്റഡ് സ്കെയിൽ, indicates instantaneous values of electrical quantity being measured at the time at which it is measured. ഇതൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ നോ സ്റ്റോറിങ് കപ്പാസിറ്റി. ഇതിൻ്റെ എക്സാമ്പിൾ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ. ഇത്രയും എല്ലാവർക്കും മനസ്സിലായി കാണും. ഒന്നുമില്ല, ജസ്റ്റ് ചെറിയ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷന് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇ സി ജി എന്ന് വെച്ചാൽ എന്തുവാ? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇതിൻ്റെ ഫങ്ഷൻ എന്തുവാ, അല്ലെങ്കിൽ ഇതിൻ്റെ പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? അത് കുറച്ച് നേരത്തേക്ക് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഇലക്ട്രോഡ്സ് ഇങ്ങനെ ടച്ചായിരിക്കും. ഒരു ഗ്രാഫ് കിട്ടും അതിൻ്റെ. ഇതൊന്ന് വരച്ച് കാണിക്കാം. ഇങ്ങനത്തെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. വോൾട്ടേജ് വേഴ്സസ് ടൈമിൻ്റെ ഒരു ഗ്രാഫായത്. സോ അപ്പോൾ ഇ സി ജി നമ്മൾ ഒരു ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വോൾട്ടേജ് വേഴ്സസ് ടൈമിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്കായിരിക്കും നമ്മളിത് കണക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ വേരിയേഷൻസിനെ കാണിക്കും. ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റിൽ ഒരു ഡിസ്പ്ലേ കാണും. അതുകൂടാതെ തന്നെ റെക്കോർഡ് ചെയ്തല്ലേ ഇത് വെച്ചേക്കുന്നത്. വെച്ചാൽ ആ ഒരു ഗ്രാഫ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ
റെക്കോർഡിങ്ങും കാണും. അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്തുവാ? ഹാവ് മെമ്മറി സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റിൽ മെമ്മറിയും കാണും. ഇതിന് വേറെ ഒരു എക്സാമ്പിൾ നമ്മുടെ CRO, നമ്മൾ കോളേജിലൊക്കെ പഠിക്കാൻ നേരത്തെ ലാബിലൊക്കെ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലും ഇങ്ങനത്തെ കുറേ ഗ്രാഫൊക്കെ കാണിക്കാറുണ്ട്. CRO ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇതിന് മെയിനായിട്ട് ജസ്റ്റ് കൂടുതലൊന്നും ചോദിക്കാറില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാക്കിയത്, ഇത്രയൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ നമ്മുടെ ഒരു എക്സാമിന് ചോദിക്കാറുള്ളൂ. അപ്പോൾ എക്സാമ്പിളാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കിതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. വിച്ച് ഗീവ്സ് കണ്ടിന്യൂസ് റെക്കോർഡ് ഓഫ് വേരിയേഷൻ ഓഫ് ആൻ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി over a selected period of time. The pointer of such instrument is provided with a marker or pen which moves on graph paper as per recording. Measures all variation on the quantity in the time for which it is connected in the circuit. ഡിസ്പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഹാവ് മെമ്മറി. ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ CRO ആൻഡ് ECG ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ടൈപ്പ് ഇത് ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത് ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻറ്റിഗ്രേഷൻ? ഇൻറ്റിഗ്രേഷൻ്റെ മീനിങ് എന്തോ? സം അല്ലെങ്കിൽ എഡീഷൻ. സം അല്ലെങ്കിൽ എഡീഷൻ. സോ ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റിൽ ഒരു ഡിസ്പ്ലേ കാണും, അതുപോലെ തന്നെ റെക്കോർഡിങ്ങും കാണും, പിന്നെ എഡീഷനും കാണും. അത് ഞാൻ പറഞ്ഞു തരാം എന്തുവാ മീൻ ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പം സപ്പോസ് ഏതെങ്കിലും ഒരു കസ്റ്റമറിന് എനർജി അല്ലെങ്കിൽ പവർ ഡെലിവർ ചെയ്യണമെങ്കിൽ, അങ്ങനത്തെ ഒരു കേസിൽ നമുക്കത് ഒരു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റിഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് എനർജി മീറ്റർ. അപ്പോൾ ഒരു എനർജി മീറ്ററിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സപ്പോസ് നമ്മുടെ വീട്ടിൽ പുതിയൊരു എനർജി മീറ്റർ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ എനർജി മീറ്റർ എന്ത് ചെയ്യും? നമ്മൾ എത്ര എനർജി യൂസ് ചെയ്തിട്ടുണ്ടോ ആ എനർജിയെ അത് റെക്കോർഡ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ എന്ന് മുതലാണോ എനർജി മീറ്ററിൻ്റെ കണക്ഷൻ വെച്ച് അന്ന് മുതൽ അപ്പോൾ നമ്മൾ എത്ര എനർജി യൂസ് ചെയ്തിട്ടുണ്ടോ അതിനെ റെക്കോർഡും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എത്ര എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞ് ആ എനർജീനെ അത് ആഡും ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് എല്ലാ മാസവും ഓരോ ബില്ലിങ്ങനെ വരുമല്ലോ. അപ്പോൾ അതിലെങ്ങനെ നമ്മൾ എത്ര എനർജി യൂസ് ചെയ്യുന്നോ അത് കാണിക്കുകയും ചെയ്യും, റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ എത്ര എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞ് അതിനെ അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. റെക്കോർഡിങ്ങും ഉണ്ട്, എഡീഷനും ഉണ്ട്, അതുപോലെ തന്നെ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാകും? ഒരു എനർജി മീറ്ററിൽ ഡിസ്പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡിങ്ങും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ എഡീഷനും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മീൻസ് സം എന്ന് എഴുതി. അതുപോലെ തന്നെ ഇതെല്ലാം പറഞ്ഞ പോയിൻറ്റ്സ് തന്നെ ഡിസ്പ്ലേ പ്ലസ് റെക്കോർഡിംഗ് പ്ലസ് എഡീഷൻ എന്ന് പറയുമ്പോൾ ഇൻറ്റിഗ്രേഷൻ. പിന്നെ മെഷേഴ്സ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഡെലിവേർഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഇതിൻ്റെ എക്സാമ്പിൾ ആംബിയർ അവർ മീറ്റർ, അതുപോലെ തന്നെ എനർജി മീറ്റർ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിച്ചത് ഇലക്ട്രിക്കൽ മെഷർമെൻറ്റിൻ്റെ ബേസിക് ടേംസൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതിൽ മെയിനായിട്ട് ജസ്റ്റ് എക്സാമ്പിൾസൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ബാക്കി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര എക്സ്പ്ലെയിൻ ചെയ്തു പോയത്. അത് വേറെ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഇവിടെ ബേസിക്സ് മാത്രമേ ഉള്ളായിരുന്നു നമ്മളെടുത്ത ഇന്നത്തെ പോർഷനിൽ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.